പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ മക്കളെയും വലിയ സ്നേഹത്തോടെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ കരുണയിലും അങ്ങയുടെ സംരക്ഷണത്തിലും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യയന വർഷം ആരംഭിച്ചിരിക്കുമ്പോ ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയുടെ വലിയ കൃപയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കള്, ഉപരിപഠനം എന്തു വേണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, പല സ്ഥലത്തും ദൂരസ്ഥലത്ത് വിദേശത്തൊക്കെ പഠിക്കാനും ജോലിക്കായിട്ടൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളെയും ഇതിൽ പങ്കെടുക്കുന്ന മക്കളെയും എല്ലാ കുടുംബങ്ങളെയും തിരുഹൃദയത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി വാഗ്ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മെ ആനയിക്കുമ്പോ ആ സ്നേഹത്തിൽ നമുക്ക് വേണ്ടത് എല്ലാം നൽകി നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഇന്നലെ ഇവിടെ ധ്യാനം കഴിഞ്ഞോളൂ. ഒത്തിരിയേറെ മക്കള് ധ്യാനത്തിലേക്ക് കടന്നു വന്നു. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കരുണ, കുരിശിൽ പൂർത്തീകരിച്ച രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് ആ കർത്താവിന്റെ സ്നേഹത്തിൽ ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് എല്ലാ മക്കളും സന്തോഷത്തോടെ തിരിച്ചുപോയി. പ്രിയപ്പെട്ട മക്കളെ, ഈ സ്നേഹത്തിന്റെ ആഴം നമ്മൾ അറിയണം. ഈശോ അതെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നോർത്തോക്കെ, ഈശോ ആഗ്രഹിക്കുന്നു തന്റെ മക്കൾ തന്റെ സ്നേഹം അറിഞ്ഞ് ആ സ്നേഹം അനുഭവിച്ച് അവിടുത്തെ സൗഹൃദം, അവിടുത്തെ സംരക്ഷണം, അവിടുത്തെ കരുണ, അതിന്റെ അനുഗ്രഹങ്ങള് എല്ലാം സ്വന്തമാക്കി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തിരുഹൃദയനാഥൻ ആ തിരുഹൃദയത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി തരിക. ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വിസ്മയ ഭരിതനായി വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത്, ദൈവമേ, അങ്ങയെ സ്നേഹിക്കുവാനുള്ള വലിയ അനുവാദം അങ്ങ് ഞങ്ങൾക്ക് നൽകുകയാണല്ലോ. ദൈവം തന്നെ നമ്മെ ഹൃദയം കാണിച്ചുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിക്കാൻ നമ്മെ അനുവദിക്കാണ്. നോർത്തേക്ക്, ഈ ലോകത്തിലെ വലിയൊരു എന്താ പറയാ ആരാധ്യ പുരുഷൻ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ മാർപ്പാപ്പ, അല്ലെങ്കിൽ ഒരു ലോക സുന്ദരി നമ്മെ സ്നേഹിക്കാൻ ഒരു വലിയ ആഗ്രഹത്തോടെ ആ ഹൃദയം തുറന്ന് ആ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുമ്പോ, ആ സ്നേഹത്തിന് നമ്മെ അനുവദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സന്തോഷം തരും. ഒന്ന് പേര് വിളിച്ചാ മതി, നമ്മുടെ സന്തോഷം തരും. മാർപ്പാപ്പ ഒരു ജനക്കൂട്ടത്തില് നമ്മെ പേരിൽ വിളിച്ചു, എന്ത് സന്തോഷമായിരിക്കും. എന്നാൽ സർവശക്തനായ ദൈവം, സൃഷ്ടാവും പരിപാലകനുമായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും നമുക്ക് നൽകുവാൻ കരുത്തുള്ള എല്ലാം സാധ്യമായ കർത്താവ് തന്റെ സ്നേഹം നമുക്ക് തന്നുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിക്കാൻ നമ്മെ വിളിക്കാന്ന് പറഞ്ഞ, അനുവദിക്കാന്ന് പറഞ്ഞ, എന്ത് അത്ഭുത മക്കളെ. എന്റെ മക്കളെ, ഈ സ്നേഹമാണ് തിരുഹൃദയ സ്നേഹം. ഈ സ്നേഹത്തെ കുറിച്ച് ശുദ്ധ മേരി മാർഗറ്റ് അൽക്കോക്കിനോട് ഈശോ പറയാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ എന്റെ സ്നേഹത്താൽ ഞാൻ നിറയ്ക്കും. ഈശോയുടെ സ്നേഹത്താൽ നിറയ്ക്കാന്ന് പറഞ്ഞ നമുക്ക് വേണ്ട എല്ലാം തരും. ആ സ്നേഹത്തില് സൗഖ്യം, സമാധാനം, സംതൃപ്തി, സൗഹൃദം,
സംരക്ഷണം, സാന്നിധ്യം, ശക്തി, ജോലി, പഠനം, വിജയം, അഭിഷേകം എല്ലാം തരും. പക്ഷേ ആ സ്നേഹത്തെ നമ്മൾ വിലമതിച്ച്, ആ സ്നേഹത്തെ നമ്മൾ സ്വീകരിച്ച്, ആ ക്ഷണം നമ്മൾ സ്വീകരിച്ച് സ്വന്തമാക്കും. അത്രയും ചെയ്താൽ മതി. അപ്പൊ ഈശോയുടെ വാഗ്ദാനങ്ങൾ നമ്മള് ഈ തിരുഹൃദയ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ മേരി മാർഗറ്റ് അൽക്കോക്കിലൂടെ ഒത്തിരി വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്. എന്തിനാ? ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കണമെന്ന് അവിടെ ഈശോ പറയുന്നത്, ഏത് കഠിന ഹൃദയത്തെയും ഞാൻ മാംസളമാക്കും, ഏത് പ്രതിസന്ധിയെയും ഞാൻ മാറ്റിക്കൊടുക്കും, എന്താണോ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തരും. എല്ലാം തരുന്ന ആ ദൈവം തന്റെ സ്നേഹം നമുക്ക് സൗജന്യമായിട്ട് തരുമ്പോ, ആ സ്നേഹത്തെ നമുക്ക് അനുവദിച്ചു തരുമ്പോ നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. ആ കർത്താവിനെ സ്നേഹിക്കണം, ആ തിരുഹൃദയത്തെ സ്നേഹിക്കണം, ആ കർത്താവിലേക്ക് ഓടി വരണം. അത് മതി. അങ്ങനെ സ്നേഹിച്ചാൽ പറയാ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും സ്നേഹവും സന്തോഷവും എല്ലാം നൽകും. അത് കിട്ടിയാണ്ടല്ലോ, അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ, അത് കിട്ടിയാ പിന്നെ നമ്മുടെ മക്കള് വേറെ ഒന്നിന്റെ പിന്നാലെ പോകില്ല, വേറെ ഒന്നൊരു ആവശ്യമില്ല. കാരണം എല്ലാം കർത്താവ് ചെയ്തു കൊടുക്കും ആ സ്നേഹത്തില്. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ മക്കൾക്കും നമുക്കും പറ്റിയൊരു തെറ്റ് എന്തെന്നറിയില്ല. ആ സ്നേഹത്തിൽ നിന്ന് ഓടി അകലാനുള്ള വലിയൊരു ശ്രമം, പ്രാർത്ഥിക്കാനുള്ള താല്പര്യം പോയി, ആ സ്നേഹത്തിലേക്ക് വരാനുള്ള ആഗ്രഹം പോയി, അതിന് പറ്റണില്ല. പിശാച് അനേക മക്കളെ ഇത്രയും നല്ല സ്നേഹിക്കാനുള്ള അനുവാദം കിട്ടിയിട്ട് അത് സ്വന്തമാക്കി മക്കൾ രക്ഷപ്പെടാതിരിക്കാൻ ദുഷ്ട പിശാച് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സഭയെ, പൗരോഹിത്യത്തെ ഒത്തിരിയേറെ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. ഈ സ്നേഹത്തിൽ നമുക്കെല്ലാം ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ 3-ാം ദിവസം കർത്താവിന്റെ ആ കരുണാർദ്ര ഹൃദയത്തിലേക്ക് നമ്മെ വിളിച്ച ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അഗസ്തീനോസിനെ പോലെ വിസ്മയ ഭരിതരായിട്ട് ആ സ്നേഹം നമുക്ക് അനുവദിച്ചു. അത് ചിന്തിച്ച മനസ്സിലാവില്ല. ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കിയേ. സർവശക്തനായ ദൈവം തന്നെ സ്നേഹിക്കാൻ നമ്മെ അനുവദിച്ചു. അതെന്ത് ഭാഗ്യ, അതെന്ത് അത്ഭുത, അതെന്ത് അനുഗ്രഹ. ഇനി ആ സ്നേഹം നമ്മൾ സ്വീകരിച്ചാൽ ആ സ്നേഹത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന ഈശോ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ജൂൺ മാസത്തില് ഈ സ്നേഹത്തെ സ്വന്തമാക്കി അതിലൂടെ ലഭിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും സ്വന്തമാക്കി എടുക്കാൻ നമുക്കിടയാകട്ടെ. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. ഇതിൽ പങ്കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ, മക്കളെ, ഈ സ്നേഹം അനുവദിക്കപ്പെട്ടത് ഭാഗ്യമാ. അങ്ങനെ എടുത്ത് കരുതി ആ സ്നേഹത്തെ സ്വീകരിച്ച് സ്നേഹിക്കുക. ബാക്കിയെല്ലാം കർത്താവ് തരും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനോട് പ്രാർത്ഥിക്കണേ. തൊണ്ടയൊക്കെ നന്നായിട്ട് പോയിരിക്കുകയാണ്. എന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഈ തിരുഹൃദയ സ്നേഹം അനുവദിക്കപ്പെട്ടിരിക്കുമ്പോ ആ സ്നേഹം നിർബന്ധിക്കുന്നു മക്കളെ. ആ സ്നേഹം പൗലോസ് പറഞ്ഞുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ സ്നേഹം വിശുദ്ധി ജീവിക്കാൻ, നന്മ ചെയ്യാൻ, പഠിക്കാൻ, ജയിക്കാൻ നമ്മെ നിർബന്ധിക്കും. അതിനുവേണ്ട അഭിഷേകവും കൃപയും കരുത്തും കർത്താവ് തന്നെ ആ സ്നേഹത്തിൽ തരും. വലിയ പ്രാർത്ഥനയോടെ ആരാധനയെ പ്രാർത്ഥിക്കാം. മക്കളെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പറയാണ്, നമുക്ക് ഏത് അവസ്ഥയിലും ഈ സ്നേഹം അനുഭവിക്കണം. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തെ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിലെ ഈ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ഈ തിരുഹൃദയത്തിന്റെ ശുശ്രൂഷയെ, ഈ സ്നേഹത്തെ അനേക മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഈ ശുശ്രൂഷ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. മാത്രമല്ല ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് അനേക മക്കളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു അഭിഷേക ശുശ്രൂഷയുടെ ചാനലായിട്ട് ഇത് മാറണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പങ്കാളിത്തവും ഈ സുവിശേഷ വേലയിൽ ഉണ്ടാകണേ. അതും നമുക്ക് ദൈവസ്നേഹത്തിന്റെ അനുഗ്രഹമായിട്ട് മാറും. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാനുള്ള വലിയ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങയെ സ്നേഹിക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചു എന്നത് തന്നെ എത്രയോ വലിയ ഭാഗ്യമാണ്. ഞങ്ങളിന്ന് ധ്യാനിക്കുമ്പോ, ചിന്തിക്കുമ്പോ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ അത്ഭുതമാണ്, അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈശോയെ, ആ സ്നേഹം ഞങ്ങൾ സ്വീകരിച്ചാൽ, ആ സ്നേഹത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങള്, കൃപകള്, സഹായം, സ്നേഹം, സംരക്ഷണം, സൗഹൃദം, എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, കുടുംബത്തില്, പൗരോഹിത്യത്തില്, പഠനത്തില്, ജോലിയില്, എല്ലാത്തിലും യേശുവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവേ, ആ സ്നേഹം അനുഭവിക്കാതെ, ആ സ്നേഹത്തെ സ്വീകരിക്കാതെ, അങ്ങ് സൗജന്യ ദാനമായിട്ട് അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ അനുവദിച്ചിട്ട് അത് സ്വീകരിക്കാതെ പോയ ഞങ്ങളുടെ കഠിനത, ഞങ്ങളുടെ പൈശാചികമായ ക്രൂരത എന്ന് ഞാൻ പറയും. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ കരുണ സ്വന്തമാക്കാതെ അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട്, ആ സ്നേഹം അനുവദിക്കപ്പെട്ടിട്ട് സ്വീകരിക്കാതെ പോയ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ആ സ്നേഹത്തിലേക്ക്, ആ കരുണയിലേക്ക് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ സ്നേഹം അനുഭവിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങളുടെ മക്കളെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ സ്നേഹം സ്വീകരിക്കാൻ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങ് നൽകിയ ഈ വലിയ അനുവാദം, ഈ വലിയ അനുഗ്രഹം സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എന്നും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപം. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യ ഹൃദയമേ, അങ്ങയുടെ അനന്ത സ്നേഹത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയോട് നേരെയുള്ള സ്നേഹത്താൽ കത്തിച്ചൊലിക്കുന്നു. ഞങ്ങളുടെ ജീവനും സർവസമ്പത്തുമായ ഈശോയെ, ഞങ്ങൾ മുഴുവനും അങ്ങേക്കുള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും എന്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കാനും എപ്പോൾ ഇടയാകും. നാഥാ, എന്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകയില്ലെങ്കിൽ എനിക്കെന്തു ഫലം? സ്നേഹം നിറഞ്ഞ ഈശോയെ, ഞങ്ങൾ മുഴുവനായും അങ്ങേക്കുള്ളവരാണെന്ന്, അങ്ങയിൽ ജീവിക്കാനും അവസാനം ഞങ്ങളുടെ ആത്മാക്കളെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത്ത് ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, എന്റെ മേൽ ദയയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ മേൽ ദയയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ മേൽ ദയയായിരിക്കണമേ. സൽക്രിയ. ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കുക. ആ കൊത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് നോക്കുക.
നമ്മെ സ്നേഹിക്കാൻ അനുവദിച്ചുകൊണ്ട് തന്നെ തന്നെ നൽകിക്കൊണ്ടാണ് ഈ തിരുഹൃദയത്തിൽ ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യേ ആയിരിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്നേഹത്തിലാണ് മക്കളെ രക്ഷ, ഈ സ്നേഹത്തിലാണ് സമാധാനം, ഈ സ്നേഹത്തിലാണ് സന്തോഷം, ഈ സ്നേഹത്തിൽ സൗഹൃദവും സംതൃപ്തിയും എല്ലാം ഉണ്ട്. കർത്താവേ, അതനുഭവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾ പഠിക്കണം, ആ സ്നേഹത്തിൽ നിറയപ്പെട്ട് പഠിച്ച് ജയിച്ച് ജോലി കിട്ടി തടസ്സങ്ങൾ മാറി വിവാഹം നടന്ന് എല്ലാ ബന്ധനങ്ങളും തകർത്ത് ആ സ്നേഹത്തിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പരീക്ഷ, അവരുടെ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു. അനേകം മക്കള് പല സ്ഥലത്ത് ദൂരങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട എൻട്രൻസുകള്, അതുകൊണ്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങള്, എല്ലാത്തിനും വേണ്ടി ഒത്തിരിയേറെ നിയോഗങ്ങളായി ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങനെ സ്നേഹത്താൽ നിറച്ച് ആ സ്നേഹം സ്വന്തമാക്കി ഞങ്ങളുടെ മക്കളെ എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഈ ആശീർവാദത്തിലൂടെ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിപ്പിക്കണമേ, ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും പ്രവഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയം പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.